Hello dear students, welcome back to our next class. In this class we can discuss about what are the motives for holding inventory and what are the various benefits are associated with inventory. In this class we can cover two topics, that is motives for holding inventory and the benefits associated with inventory. First one, we have to discuss about motives for holding inventory. There are three motives for holding inventory. They are transactional motive, production motive and speculative motive. Once again, transaction motive, production motive and speculative motive. The first motive for holding inventory is transaction motive. Every firm has to maintain some level of inventory to meet day-to-day requirements of sales, production process, customer demand, etc. That is transactions motive. Under this motive, we can maintain inventory to meet the transactional needs. What are the various transactional needs involved in a firm? That is sales, production, etc. അപ്പോൾ ഫസ്റ്റ് ഇൻവെന്ററിയുടെ മോട്ടീവ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവാണ്. ഇപ്പം ട്രാൻസാക്ഷൻ മോട്ടീവിൽ ഫേം അതിൻ്റെ സെയിൽസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ, കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യാനും, പ്രൊഡക്ഷൻ പ്രോസസ്സ് അതായത് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ മോട്ടീവ്. എ ഫേം ഷുഡ് കീപ് സം ഇൻവെന്ററി ഫോർ അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് ഓൾസോ. നമ്മുടെ ബിസിനസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില സർക്കംസ്റ്റൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രൈക്ക്, ലോക്ക്ഔട്ട് എക്സെട്ര. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻവെന്ററി അവൈലബിൾ ആവണമെന്നില്ല. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദിസ് കൈൻഡ്സ് ഓഫ് അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് ദ ഫേം ഷുഡ് കീപ് സം കൈൻഡ് ഓഫ് ഇൻവെന്ററി. That is production motive. Then the third motive is speculative motive. Under speculative motive, the firm may keep some inventory in order to capitalize an opportunity for making profit. നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ചില ഇൻവെന്ററി അല്ലെങ്കിൽ സം ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. നമ്മൾ പ്രൈസ് കൂടുമ്പോൾ അത് വിൽക്കാനും പ്രൈസ് കുറയുമ്പോൾ മെറ്റീരിയൽ വാങ്ങുക, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. Then the next topic is benefits of inventories. What are the various benefits of inventories? First one, uninterrupted production. Every manufacturing firm must have sufficient stock of raw material for the regular and continuous production. ഫേമിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. If there is stock out of raw material at any stage of production process, the production will be interrupted. Goods cannot be delivered in time. This may result in customer dissatisfaction. If sufficient stock is maintained, production can be carried on even if there is shortage of inventories in the മാർക്കറ്റ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് സെയിൽസും കണ്ടിന്യൂസ് ആയിട്ട് നടത്താനായിട്ട് പറ്റും, കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇഫ് ദ ആബ്സെൻസ് ഓഫ് റോ മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ എ ഫേം, ഇപ്പം നമ്മൾ ഫേമിൽ ആവശ്യത്തിന് റോ മെറ്റീരിയൽ കെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ഹാമ്പറിങ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ? പ്രൊഡക്ഷൻ ഹാമ്പർ ചെയ്യും. അങ്ങനെ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് സെയിൽസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സെയിൽസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ വിൽ ഫോർഗോ. അപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ സം കൈൻഡ് ഓഫ് ഇൻവെന്ററി ഷുഡ് ബി മെയിൻറ്റെയിൻ. സെക്കൻഡ് വൺ, എഫിഷ്യന്റ് പർച്ചേസ്. ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഇൻ ബൾക്ക് will help to get discounts and relaxation in credit period. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടുകൾ കിട്ടും സപ്ലയറുടെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ ക്രെഡിറ്റ് പീരീഡ് ഒക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. A firm will also be able to purchase goods in advance of production to allow time for raw material to reach destination in time. അതുകൊണ്ട് തന്നെ ഫേം ആവശ്യത്തിന് ഗുഡ്സ് അഡ്വാൻസ് ആയിട്ട് തന്നെ വാങ്ങി വെക്കണം, റോ മെറ്റീരിയൽ വാങ്ങി വെക്കണം. അത് കറക്റ്റ് സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എത്തണം എന്നില്ല. സോ എവറി ഫേം ഷുഡ് മെയിൻറ്റെയിൻ ഇൻ അഡ്വാൻസ്ലി സം കൈൻഡ് ഓഫ് റോ മെറ്റീരിയൽ. ദിസ് വിൽ ഹെൽപ്പ് എ ഫേം ടു പുട്ട് ഇറ്റ് മെറ്റീരിയൽ ഇൻ ടു പ്രൊഡക്ഷൻ വെയർ എവർ ദ പ്രോസസ് ബിഗിൻസ്. ഇത് നമ്മളുടെ ഫേമിനെ പ്രൊഡക്ഷൻ
എപ്പോഴാണോ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് ആ സമയത്ത് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് സെയിൽസ്. ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് ഗുഡ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ജസ്റ്റ് ആഫ്റ്റർ റിസീവിംഗ് ഓർഡേഴ്സ്. സാധാരണ നമ്മൾ ഗുഡ്സ് മുന്നേ കൂട്ടി തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. കസ്റ്റമറിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. Therefore, every manufacturing firm maintain a minimum level of finished goods to meet deliver the goods as soon as the order is received. അപ്പോൾ ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് ഗുഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ലെവൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എവറി ഫേം മെയിൻറ്റെയിൻ ചെയ്യും. Thus, the laws related to the gap between demand and supply of goods can be avoided. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വരുന്ന ആ ലോസുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കസ്റ്റമർ എപ്പോഴാണ് whenever the customer require we can deliver the goods immediately. അതാണ് ഇൻഡിപെൻഡന്റ് സെയിൽസ്. നമ്മളൊരു നിശ്ചിത ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. The last one is goodwill with the customers. Meeting the demand of customers in time creates goodwill and customer loyalty. അപ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ it will create our goodwill and customer loyalty. Let us conclude our topic. In this class we have studied there are 2 points. There are 2 topics. First one is motives for holding inventory and the another one is benefit of inventory. What are the various motives for holding inventory? What are the various motives for holding inventory? Transaction motive, production motive and speculative motive. What are the various benefits of inventories? Uninterrupted production, efficient purchase, independent sales, goodwill with the customers. Thank you all.